വളരെ മാന്യനായ ഒരു വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയുടെ വീഡിയോ ബാക്കി ചിത്തുമായി പറഞ്ഞു. തന്താന്ന് പറയുന്നത് മോശമായതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങള് ഫാദറൊക്കെ അത് കേട്ടാ, ഫാദറൊക്കെ വീട്ടില്ലേ, അപ്പൊ ഫാദറൊക്കെ കേട്ടാ ഭയങ്കര മോശല്ലേ. അതായത് ഈ പറഞ്ഞ വർത്താനത്തിന് ഫാൻസുകാർ പോട്ടെ, ഫാൻസുകാരെ കൈപ്പെട്ട പിന്നെ തീർന്ന്. സാധാരണ നമ്മളെ ഇതിലൊക്കെ കിട്ടിയാലടക്കം വെപ്പൂല് വെച്ച് നടക്കേണ്ട അവസ്ഥയായിരിക്കും. രണ്ട് ചെവിക്ക് കൂടെ അടിച്ചണ്ടല്ലോ പൊന്നീച്ചാൽ. ഇതൊരു നടനോടുള്ള ഒരു എന്താ പറയാ അമിതമായ ആരാധന മൂത്ത് പറയുന്നതല്ല. ഇതിനത് പറയാൻ പറ്റില്ല. ഇത് ടോക്സിസിറ്റിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിനായി ഇതിന് പറയാൻ പറ്റൂ. ആൻഡ് ഇത് വേറെ എന്തൊക്കെയോ വിഷയമാണ്. ഒരാളോട് ആരാധന ഉണ്ടെങ്കിൽ അയാളെ മാത്രമേ ബുക്ക് അടിക്കുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ ഓപ്പോസിറ്റ്. അതെ, ഇതൊരു പ്രത്യേകതരം മൈൻഡ് സെറ്റ് ഉള്ള ഒരു ചങ്ങായി. എന്തായാലും ഇവിടെ വയ്ക്കാം വീഡിയോ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളും കൂടി അല്ലേ നിങ്ങൾ തീരുമാനിക്കും. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം, പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക. മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നോണ്ട് എന്താണ് എല്ലാരും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മൾ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കല്ല. നമ്മ നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടാ. ഈ വളിമങ്കി ചേട്ടന് കൈ കിട്ടിയിരുന്നെങ്കിൽ 4 നല്ല കാര്യം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അതുകൊണ്ടൊന്നും പറയാൻ കേട്ടോ. ലാലേട്ടന്റെ ഫാൻസിന്റെ കൈ കിട്ടിയാൽ തന്നെ മതിയാവും. ഓനൊക്കെ ഇതൊന്നും ശരിക്കും ലാലേട്ടൻ ഫാനായിട്ട് ഞാൻ അംഗീകരിക്കും. അല്ല, ഇതൊന്നും ഫാനല്ല. ഇതൊക്കെ എന്താ പറയുക, ഇതിന് ഈ ഒരു കമന്റ് കൂടി ഒന്ന് വായിക്കും. ഇതിന്റെ ഒപ്പം വായിക്കും. ഇയാൾ എന്റെ വീടിന്റെ അടുത്തുള്ള അയൽക്കാരനാണ്. തനി അര കിറുക്കുള്ള ഒരുത്തൻ. ഒരു വിധത്തിലുള്ള ഫാൻസ് അസോസിയേഷനിലോ ഒന്നിനും ഇയാൾ ഉള്ളതായി അറിവിലില്ല. കാവ്യപ്പട രക്തത്തിൽ അലിഞ്ഞതിന്റെ പ്രശ്നം വർഗീയ വിഷയത്തിന്റെ അടിത്തറ. ഈ നാട്ടിൽ കാപ്പ കുത്തി ഓടിക്കേണ്ട ചെറ്റിയാണ്. നേരം വെളുത്താൽ കൊടിയും മടിയും. ആ കുടുംബം എങ്ങനെ സഹിക്കുന്നു? ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് തന്നാൽ പോലീസ് ഏമാന്മാരോട് അത്രയും നന്ദി, സ്നേഹം. മനസ്സിലായില്ലേ? വർഗീയത പിന്നെ അതെങ്ങനെ എടുത്തിടാന്നുള്ളത് അതന്നെയാണ്, പേരെന്നെയാണ് പ്രശ്നം. ഇമ്മാതിരി വർഗീയ വിഷം തുപ്പുന്ന വേട്ടാവളിയന്മാരെ ഞാൻ പറയുമ്പോ എന്താ അറിയോ, ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ തന്നെ പാടില്ല അവന്മാർ. ഇതിപ്പോ ഞാനെടുത്ത് വെക്കുമ്പോൾ ഇവനൊരു വിസിബിലിറ്റി കിട്ടുകയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരെ ഒറ്റപ്പെടുത്തണം. ഇനി എന്താവും അറിയാം, ഇവന്റെ പിന്നാലെ പോയിട്ട് ഇനി ഇത് പറയിപ്പിക്കും മീഡിയക്കാർ. അത് ചെയ്യാതിരിക്കും, അത് ചെയ്യാതിരിക്കുക അതായത് പ്ലീസ്. കാരണം അത് ഭയങ്കര മോശമാണ് ഈ ചങ്ങായിമാർ. ഇങ്ങനത്തെ ഒക്കെ വർത്താനം എന്തോന്നും ഇതൊന്നും ഫാനിസം തലക്കി പിടിച്ചതല്ല, വർഗീയത തലക്കി പിടിച്ചിട്ടാണ് ഈ ചറ്റത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആറികള്. നമ്മളൊക്കെ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും നമ്മുടെയൊക്കെ ലെജൻസ് ആണ് അവര്, അല്ലെ? എങ്ങനെ മരിച്ചു ഒരാൾ ഇല്ലാതായി പോകുന്നൊക്കെ. അതെ, നമ്മളൊക്കെ ഇത്രയും കാലമായിട്ട് ലാലേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും അവരൊന്നും ഇല്ലാത്തൊരു സമയത്തിനെ കുറിച്ച് ആലോചിക്കലും പോലും ഇല്ല. നമ്മൾ എന്താവും ആലോചിക്കുക, അവരൊന്നും ഇല്ലെങ്കിൽ എന്താവും മലയാള സിനിമ എന്നുള്ള രീതിയിലാണ്. ആ കമന്റ് ഞാൻ ആദ്യം ഒഴിവാക്കാൻ പറയുന്നു. ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം, അങ്ങനെയൊക്കെ. തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരാൾ നന്നാവണം, ഒരാൾ മരിക്കണം എന്ന് ഒരിക്കലും പറയും. മനസ്സിലായ? ഇതൊക്കെ എന്താ പറയാ, രണ്ട കിട്ടിയല്ലേ, കിട്ടിയ വിഷയങ്ങളാണ്. അല്ലാതെ ഒന്നും ഇതിന് പറയാല്ല. ഓരോ മറ്റു മക്കൾ ഇറങ്ങി വരും. അവിടെ ആ പ്രശ്നം തോന്നുന്നല്ലോ. അവള് വണ്ടി എടുത്ത് പോയി. ഓ സീൻ. ഞാൻ എന്നാലേ ഓക്കെ ബൈ, ഞങ്ങൾ വേറെ സംഗതി തപ്പിട്ട് വരാം. ഇത് കണ്ടപ്പോ പറയരുത് തോന്നിയല്ലേ. അവനോടൊന്നും വർത്താനത്തിലല്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ ലാലേട്ടൻ ഫാൻസ്, മമ്മൂക്ക ഫാൻസ്, നിങ്ങൾ എല്ലാവരും വരെ നോട്ട് ചെയ്തോ. എല്ലാവരും ഒതുങ്ങിയിരിക്കണം.